നരേന്ദ്രമോദി സർക്കാരിലെ 44 മന്ത്രാലയങ്ങൾ സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്ക് ഒരു വർഷം നൽകിയത് 302 കോടി രൂപ. 1499 സ്വകാര്യ കൺസൾട്ടന്റുകൾക്കാണ് ഈ മന്ത്രാലയങ്ങൾ കരാർ നൽകിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പിന്റെ എക്സ്പെൻഡിച്ചർ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിൽ ഏറ്റവുമധികം സ്വകാര്യ കൺസൾട്ടന്റുകളെ നിയമിച്ചിട്ടുള്ളത് 6 മന്ത്രാലയങ്ങളാണ്. ആരോഗ്യവകുപ്പ് 203, ഗ്രാമീണ വികസന വകുപ്പ് 166, കൃഷി വകുപ്പ് 149, നഗരഭരണ വകുപ്പ് 147, വനിതാ ശിശുക്ഷേമ വകുപ്പ് 112, റോഡ് ഗതാഗത വകുപ്പ് 99 സ്വകാര്യ കൺസൾട്ടന്റുകളെയാണ് നിയമിച്ചത്. മൊത്തം നിയമിക്കപ്പെട്ട 1499 കൺസൾട്ടന്റുകളിൽ 876 ഈ 6 വകുപ്പുകളിലാണ്. നാല് സ്വകാര്യ കൺസൾട്ടന്റുകൾക്കാണ് 2017 2022 കേന്ദ്ര സർക്കാരിൽ നിന്ന് 450 കോടി രൂപയുടെ 305 പദ്ധതികൾ ലഭിച്ചത്. ഏണസ്റ്റ് ആൻഡ് യങ്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, ഡിയോലിറ്റ്, KPMG എന്നിവയാണവ. ഈ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കു പുറമെ 1037 യുവ പ്രൊഫഷണലുകൾക്കും 539 സ്വതന്ത്ര കൺസൾട്ടന്റുകൾക്കും 354 ഡൊമൈൻ വിദഗ്ധർക്കും 1481 വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും 20,376 കുറഞ്ഞ വേതന കരാറുകാർക്കും കൺസൾട്ടൻസി മോഡി സർക്കാർ നൽകിയെന്നാണ് ധനകാര്യ വകുപ്പിന്റെ എക്സ്പെൻഡിച്ചർ വിഭാഗം നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24.